തിരുവോണത്തിൻ്റെ അന്ന് ഞാൻ ഈ സ്കേർട്ടും ടോപ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ സേവ് ദ ഡേറ്റിൻ്റെയാണ് കേട്ടോ. ഇപ്രാവശ്യം നാട്ടിൽ പോയി വന്ന സമയത്ത് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് തിരുവോണ നാൾ ഇടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. ഇതിട്ടിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നെ മുന്നേ അറിയുന്ന ആൾക്കാരാണെങ്കിൽ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോസിലും ഫോട്ടോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഒറ്റയ്ക്കൊരു ഫോട്ടോ എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഈ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് നിങ്ങൾ കണ്ട് അതിശയപ്പെടണ്ട, എനിക്കിത്ര ലെങ്ത്തേ ഉള്ളൂ. ഓണം ഇങ്ങനെ അടുത്തെത്തിയപ്പോഴേ ഞാൻ ഭയങ്കരമായിട്ട് ബാക്കിലോട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട്സും ആ ഒരു ഗ്യാതറിങ്ങും എല്ലാവരുമായിട്ട് ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്നതും ഭയങ്കര മിസ്സിങ് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതിന് മുന്നേ കുറച്ച് ദിവസം മുന്നൊന്നും അത്ര ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉത്രാടം പിന്നെ തിരുവോണം ആ നാളുകളൊക്കെ ആയപ്പോൾ ആ ദിവസങ്ങളായപ്പോൾ എനിക്ക് ഭയങ്കര മിസ്സിങ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പൂക്കളമിട്ടും പിന്നെ എന്നെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കാനായിട്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവർക്ക് മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഹാപ്പി ഓണം അയയ്ക്കുക, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുക. അങ്ങനെ എൻ്റെ മൈൻഡിനെ ഞാൻ നന്നായിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ഇപ്പോഴും എൻ്റെ പഴയ ഓണ സമയങ്ങളുണ്ടല്ലോ, ഞങ്ങൾ വീട്ടിൽ 4 പേരും ചേർന്ന് ഓണം ഊട്ടുന്നത്, ഓണം അട ഉണ്ടാക്കുന്നത്, പിന്നെ കോളേജിലും സ്കൂളിലൊക്കെ ഓണം സെലിബ്രേഷൻ വേറെ. ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്തും നല്ല സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അവിടെയും എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കോളേജിലെ ഫ്രണ്ട്സ് എല്ലാവരും ഒത്തുകൂടും. എപ്പോഴും ഓണത്തിന് എല്ലാവരും ഒത്തുകൂടുമല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ മിസ് ചെയ്തിട്ടാണ്. എന്നാൽ ശരി, നാളെ വേറെ വീഡിയോയിൽ കാണാം. ബൈ.